പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പേരുണ്ട്, GM ബനാത്വാല. 2 പതിറ്റാണ്ട് കാലമാണ് മലയാളമറിയാത്ത ഈ മറുനാട്ടുകാരൻ പൊന്നാനിയുടെ മണ്ണിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മുസ്ലിം ലീഗ് ഇന്നും പൊന്നാനിയിൽ വോട്ട് ചോദിക്കുന്നത് പൊന്നാനിക്കാരുടെ പ്രിയ നേതാവായിരുന്ന ബനാത്വാലയുടെ ചരിത്രം പറഞ്ഞാണ്. ഗുലാം മഹ്മൂദ് ബനാത്വാല എന്ന GM ബനാത്വാല മഹാരാഷ്ട്രയിലെ ഈ മുംബൈ സ്വദേശി 1977 ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് മലയാളക്കരയിലെ കടലതിരിടുന്ന പൊന്നാനിയിൽ നിന്നാണ്. അതൊരു യാത്രയുടെ തുടക്കമായിരുന്നു. ചെറിയ ഒരു ഇടവേള ഒഴിച്ചാൽ 1977 മുതൽ 2004 വരെ നീണ്ട ദൈർഘ്യമേറിയ യാത്ര. മലയാളമറിയാത്ത ആ മറുനാട്ടുകാരനെ ഒരു തവണ ഒഴികെ ഓരോ തെരഞ്ഞെടുപ്പിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം സമ്മാനിച്ചാണ് പാർലമെന്റിലേക്ക് പൊന്നാനിക്കാർ അയച്ചിരുന്നത്. അവയിൽ പലതും കേരളത്തിലെ അന്നത്തെ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. मैं गुलाम महमूद हाजी नूर मोहम्मद बनातवाला, जिसे लोकसभा का रुकन मुंतखब किया गया है, अल्लाह के नाम से हल्फ उठाता हूँ कि मैं भारत के आईन पर जो कानून के बमूजिब तय पाया है एतकाद रखूँगा और उसका वफादार रहूँगा. ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ പോരാടിയിരുന്ന GM ബനാത്വാല പൊന്നാനിക്കാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവാണ്. ഭരണഘടനാ വിഷയങ്ങളിലും ഹിന്ദു മുസ്ലിം മതനിയമങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ബനാത്വാലയുടെ പ്രഭാഷണങ്ങൾ ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് പരിഭാഷകർക്കൊപ്പമായിരുന്നു മലയാളമറിയാത്ത ബനാത്വാലയുടെ വോട്ടഭ്യർത്ഥന. ഭാഷയുടെയും വേഷവിധാനങ്ങളുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറമായിരുന്നു ബനാത്വാലയും പൊന്നാനിയും തമ്മിലുള്ള ബന്ധം. ഇപ്പോഴും കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷങ്ങൾ അദ്ദേഹത്തിനായിരുന്നു. പൊന്നാനിയെ അദ്ദേഹം അളവറ്റ് സ്നേഹിച്ചിരുന്നു. പൊന്നാനിക്കാരും അദ്ദേഹത്തിനെ തിരിച്ചു സ്നേഹിച്ചിരുന്നു. ആ ഒരു ഐഡന്റിറ്റി, ആ ഷർവാണിയും കോട്ടും തൊപ്പിയൊക്കെ ഉള്ള ആ ഒരു വേഷം, ഇത് ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണ്, ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പറയും എന്നൊരു ഉറച്ച ബോധ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം 100% അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ബനാത്വാലയ്ക്ക് ഒരു പിൻഗാമി എന്ന പേരിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഇന്നും പൊന്നാനിയിൽ അവതരിപ്പിക്കുന്നത്. ബനാത്വാലയുടെ പരിഭാഷകരിൽ ഒരാളായിരുന്ന അബ്ദുൽ സമദ് സമദാനിയാണ് ഇത്തവണ പൊന്നാനിയിൽ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ബനാത്വാലയ്ക്ക് പിൻഗാമിയാകാൻ ഒരുങ്ങുന്നതും. ഉയർത്തപ്പെട്ട ഈ പതാക ആകാശത്ത് ഉയരത്തിൽ പറന്നുയർന്ന് അതിന്റെ പറക്കലിനനുസരിച്ച് അതിന്റെ ഉയർച്ചക്കനുസരിച്ച്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.